ഹായ് ഓൾ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ +2 എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എക്സാമ്പിൾ 1.1, 1.2 അങ്ങനെ നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെതായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ റെഡിയാണോ? അപ്പോൾ നമുക്ക് ചെയ്താലോ? സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ 1.1. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്നൊന്ന് നോക്കി നോക്കാം. If 10⁹ electrons move out of a body to another body every second, how much is required to get a total charge of 1 coulomb on the other body? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതിലത്തെ ഫസ്റ്റ് എക്സാമ്പിൾ 1.1 ആണ്. നമ്മൾ തിയറി അറിയുന്നതിൻ്റെ ഒപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അതിൻ്റെ ന്യൂമറിക്കൽസും കൂടെ അറിഞ്ഞു കഴിഞ്ഞാലാണ് നല്ല രീതിയിലുള്ള ഒരു മാർക്ക് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഇതിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും എക്സസൈസ് ക്വസ്റ്റ്യൻസും ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനിത് എപ്പോഴും പറയാറുള്ളത് തന്നെയാണ്, ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ എക്സാമ്പിൾ 1.1 എന്താണ് പറയുന്നത് നോക്കാം, അതെങ്ങനെയാണ് ചെയ്യുക എന്നും കൂടെ നോക്കാം. ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ വായിച്ചപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് 10⁹ ഇലക്ട്രോൺസ് മൂവ് ഔട്ട് ഓഫ് എ ബോഡി ടു അനദർ ബോഡി. സോ ഒരു ബോഡി ഉണ്ട്, എ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ഉണ്ട്, ആൻഡ് ബി എന്ന് പറഞ്ഞാൽ വേറൊരു ബോഡി ഉണ്ട്. അപ്പൊ ഈ ബോഡിയിലേക്ക് 10⁹ ഇലക്ട്രോൺസ് മൂവ് ചെയ്തു. 10⁹ ഇലക്ട്രോൺസ് ആണ്. അതെന്ത് ചെയ്തു? എ എന്ന് പറയുന്ന ബോഡിയിൽ നിന്നും ബിയിലേക്ക് പോയി. സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അനദർ ബോഡി എവറി സെക്കൻഡ്, ഓരോ സെക്കൻഡിലും 10⁹ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഈസ് റിക്വയർഡ് ടു ഗെറ്റ് എ ടോട്ടൽ ചാർജ് ഓഫ് 1 coulomb, ടോട്ടൽ ചാർജ് 1 coulomb ഓൺ ദ അതർ ബോഡി. അങ്ങനെയാണെങ്കിൽ ഒരു 1 coulomb ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ എത്ര സമയം എടുക്കുമെന്നാണ് ചോദ്യം. അപ്പൊ എന്താ മക്കളെ, രണ്ട് സിസ്റ്റം ഉണ്ട്, എയും ബിയും. എയും ബിയിൽ നിന്നും 10⁹ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എത്ര സെക്കൻഡ് വേണം? 1 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ അവർ നമ്മളോട് ചോദിക്കുകയാണ്, ഒരു 1 coulomb ചാർജ് ആണ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എത്ര സമയം വേണം എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒരു 2 പെന്നുണ്ട്. ആ 2 പെന്നിന് എത്ര രൂപയാണെന്ന് അറിയോ? 10 രൂപയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു പെന്നിന് എത്ര രൂപയാണ്? ഒരു പെന്നിന് 10/2 5 അല്ലേ? 5 രൂപയല്ലേ? 5 രൂപയാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ 5 പെന്നിന് നമ്മൾ എന്ത് ചെയ്യും? ഈ 5 ഇൻറ്റു എത്ര ചെയ്യണം? അതായത് ഒരു പേനയ്ക്ക് 5 രൂപയാണ്, അഥവാ 10/2 ആണ്. അതേ ഇൻറ്റു എന്ത് ചെയ്യണം? 5 ചെയ്യണം. അപ്പൊ 5 പേനയ്ക്ക് എത്ര രൂപയായി? 25 രൂപയായി. അതേ കൺസെപ്റ്റ് നമ്മൾ ഇവിടെ ആലോചിക്കാം. ഒരു 10⁹ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഒരു കുളമ്പ് ചാർജ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 10⁹ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ 1 സെക്കൻഡ് ആണെങ്കിൽ എന്താണ് അത് എത്രത്തോളം ഒരെണ്ണത്തിന് ഒരു കുളമ്പ് മൂവ് ചെയ്യാൻ എത്ര വേണമെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി 10⁹ ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുന്നത്. അതായത് n = 10⁹ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് Q = Ne. നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. ഫസ്റ്റത്തെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്ന ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് ഇക്വേഷൻ ആണ് Q = Ne. Q എന്ന് പറഞ്ഞ ചാർജ്, n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ദാറ്റ് ചാർജസ്, ആൻഡ് E is the charge. That means its value is 1.6 × 10⁻⁹. അത് ഇലക്ട്രോൺ ആണെങ്കിൽ നെഗറ്റീവ്, പ്രോട്ടോൺ ആണെങ്കിൽ പോസിറ്റീവ് അല്ലെ? അപ്പൊ നമുക്ക് Q = Ne ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എഴുതി 10⁹ ഇലക്ട്രോൺസ് മൂവ് ഔട്ട് ഓഫ് എ ബോഡി 1 സെക്കൻഡ്. 1 സെക്കൻഡിൽ അത് മൂവ് ഔട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ Q = Ne ആണ്. അപ്പൊ എത്ര ഈ 10⁹ എന്ന് പറയുന്നത് എത്ര ചാർജ് ആണെന്ന് നമുക്ക് അറിയണം വേണ്ടേ? അത്ര ഇലക്ട്രോൺസ് ആണ് പറഞ്ഞിരിക്കുന്നത്, അത് എത്ര ചാർജ് ആണെന്ന് നമുക്ക് അറിയണം. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാം. Q = Ne കണ്ടുപിടിച്ചൂടെ? സോ n 10⁹ ഇൻറ്റു ഇയുടെ വാല്യൂ എത്രയാടാ? 1.6 × 10⁻⁹. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെ വരും? 1.6 ഇൻറ്റു 10⁻⁹ ഇൻറ്റു 10⁻⁹ വരും. A⁻m ഇൻറ്റു A⁻n എന്താ? A⁻m+n അല്ലേ? അപ്പൊ -19 ഉം 9 ഉം -19 + 9 എന്താണ്? വ്യത്യസ്ത ചിഹ്നങ്ങളാകുമ്പോ വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടികളായിരിക്കും. എന്നാൽ ചില കുട്ടികൾക്കൊക്കെ ചിലൊരു കൺഫ്യൂഷൻ വരുന്നവർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. സോ -9 9 പോയ എത്രയാടാ? വലുതെന്ന് ചെറുത് കുറയ്ക്കണ്ടേ? അപ്പൊ എത്ര വന്നു? 10 വരും. അപ്പൊ ഏതാ? -10 വരും. അപ്പൊ ഇവിടെ എത്രയാ പവർ വരിക? -10. 1.6 × 10⁻⁻10 എന്താ SI മീറ്റർ? കുലംബ് ആണ്. സോ അത്രയും ചാർജ് ഈ 10⁻⁹ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തെന്ന് പറഞ്ഞാൽ എത്ര ചാർജ് അവിടെ പോയിരിക്കുന്നത്? 1.6 × 10⁻⁻10 ചാർജ്, കുളമ്പ് ചാർജ് അവിടെ പോയിട്ടുണ്ട്. ഓക്കെ, സോ അത്രയും പോയിട്ടുണ്ട്. അത്രയും ചാർജ് പോവാൻ 1 സെക്കൻഡ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒരു കുളമ്പ് ചാർജ് അപ്പുറത്തേക്ക് മൂവ് ഔട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? എടാ
ഇത്രയും ചാർജ് പോവാൻ 1 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 1 കുളമ്പ് പോവാൻ എന്ത് ചെയ്യണം? നേരത്തെ ലോജിക്ക് 1/1.6 × 10⁻10 ചെയ്താൽ പോരെ? ഓക്കെ, അപ്പൊ ഇനി സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. എന്ത് വരും? 1/1.6 ആണ്. അപ്പൊ ഈ 1.6ന്റെ ഡെസിമൽ കട്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 10 കൊണ്ട് ചെയ്തു. അപ്പൊ 10/16 × 10⁻10. ഈ താഴത്തുള്ള 10⁻10 എന്ത് ചെയ്തു? മുകളിലേക്ക് വന്നു. അപ്പൊ 10⁻10 ആയി അല്ലേ? അപ്പൊ 10/16 അത് വേണമെങ്കിൽ വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5/8 ആയിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഒരു 0 എടുത്ത് ഇവിടെ 100 ആയില്ലേ? ഇവിടുന്ന് ഒരു 0 എടുത്താൽ 100 വന്നു. അപ്പൊ ഇവിടെ എന്തായി? 10⁻9 ആയി. ഡിവൈഡ് ബൈ 16. 100/16 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. 6.25 വരും. അപ്പൊ 6.25 × 10⁻9 സെക്കൻഡ് ആണ് ആവശ്യമായിട്ട് വരിക. സോ 10⁻9 ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ 1 സെക്കൻഡ് ആയിരുന്നു. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കി? ആ 10⁻9 എത്ര ചാർജ് ആണെന്ന് മനസ്സിലാക്കി. അതിന് 1 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ 1 കുളം ചാർജ് മൂവ് ചെയ്യാൻ എത്ര സമയം? 6.25 × 10⁻9 സെക്കൻഡ് ആണ് വരിക. അപ്പൊ ഇതാണ് 1.1 എക്സാമ്പിൾ. നമുക്ക് 1.2 ചെയ്യണ്ടേ? ഓക്കെ, അപ്പൊ വേഗം വായോ, നമുക്ക് 1.2 ചെയ്യാം. ഓക്കെ, ബൈ.